അപ്പോൾ നമ്മൾ 5 മണിക്ക് എണീറ്റ്, പക്ഷെ 5:30 എണീറ്റ് ഇങ്ങോട്ട് വരാൻ കഴിയാത്തതുകൊണ്ട് എന്ത് കാണാനാ, സൺറൈസ് ആൻഡ് ദ വ്യൂ. കഷ്ടപ്പെട്ട് എണീറ്റ് തണുപ്പ് സഹിച്ചിട്ട് അങ്ങനെ തുഞ്ചത്താ സണ്ണ് കിസ് ചെയ്താണ്. ഇവിടെയും കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടൂലേ. ചന്ദ്രനൊക്കെ അതാ നിൽക്കുന്ന, ചന്ദ്രൻ ഫുള്ള് സെറ്റാടെ. ഏതാ ഇപ്പൊ ഡിഗ്രി ഇവിടെ എത്ര? 8 ഡിഗ്രി ഇവിടെ ഇപ്പോ. 7 അതായത് 8 കുളുവില്. ഇത് കുളുവും കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് തണുപ്പുള്ള ഏരിയ ആണ്. ഇവിടത്തെ കറക്റ്റ് കാണിക്കൂല, അതൊരു 7 6 ഒക്കെ ഉണ്ടാവും. ഏതാ തണുപ്പെന്നാ. ഇവന് 5 മണിക്ക് എണീറ്റ് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഇനിയും കൊണ്ട് അടുത്ത ട്രിപ്പ്. കുളുവിൽ 8 ഡിഗ്രി അങ്ങനെയുള്ള. വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കല്ലേ, സൈലന്റ് ആയിട്ട്. ഇവിടെ കിടന്നുറങ്ങിയപ്പോ തന്നെ സൗണ്ട് വരുന്നുണ്ട്. ഇത് എന്താ മഴ പെയ്യണ ഐഡിയ തോന്നുന്നത്. ഞാൻ വന്നു നോക്കിയാ വെള്ളം വീഴണം. അവിടെ ഡാമുണ്ട്. ഡാം നമ്മൾ പോയ ഡാമുണ്ട്. ആ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകുന്ന സൗണ്ടാണ്. ഒന്നും പറയാനില്ല. 10/10. അതാണ് തുൽഗ വില്ലേജ്. അവിടെയൊക്കെ നമുക്ക് ഇന്നലെ ടൈം ഉണ്ടെങ്കിൽ പോയനു അല്ലേ. ഫയർ വർക്ക്. അവിടൊക്കെ മഞ്ഞ്, ഫുള്ള് മഞ്ഞാണ് ഇപ്പൊ. അത് എന്തായാലും കിട്ടിലും. എണീറ്റ് നന്നായിട്ടോ, 5:30 എണീറ്റ് നന്നായി. പക്ഷെ ഇത് 5:30 അല്ലേ, നമ്മളെ നാട്ടിലേക്കാണ് പോലെ ഇരുട്ടേക്കൂല്ലേ. ഇവിടെ 7:45 രാത്രി ആവണം. മൊത്തത്തിൽ രാത്രിയില്ല, ഒരു ഇരുട്ട് തോന്നണ വെളിച്ചം പോണത് 7:45 7:45 രാവിലെ ആവണതോ. ഏകദേശം 5:30 മണിയായപ്പോഴേക്ക് നമ്മുടെ നാട്ടിൽ 7 മണി. ഒരു 7 മണി 8 മണി ഫീല്. കയ്യൊക്കെ വിറയ്ക്കണം പണ്ടാരോ. കുറച്ചുകൂടി കഴിഞ്ഞ് എന്ത് സണ്ണ് എന്താ വേറെ കിസ് ഉണ്ട് കാണാം. അടിയിൽ ഇത് പരിചയപ്പെടുത്താൻ ഇന്നലത്തെ വ്ളോഗിൽ പറയാൻ പറഞ്ഞ സംഭവമാണ്. ഈ കാണുന്നതൊക്കെ എന്താന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയും കാസർഗോഡിൽ എന്തൊക്കെ ഉണ്ടാവുകയെന്ന്. അതാണ് തുളസീൻ്റെ ഇല. അത് നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുണ്ട് സാധനം. എന്താ നല്ല തുളസീൻ്റെ, അതായത് കഫക്കെട്ട് എല്ലാത്തിനും പറ്റും. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് താളിച്ചുണ്ടാക്കാം, ഉപ്പേരിയായിട്ട് ഉണ്ടാക്കാം. സൂര്യ കുറച്ച് സ്പീഡിൽ ഇറങ്ങുന്നുണ്ടല്ലേ, വരുന്നുണ്ട്. ടൈം ലാപ്സിന് സ്റ്റിക്ക് എടുത്തുണ്ട്. ഇതിൽ 20% ഉള്ളു. കൈ വരച്ചിട്ട് അപ്പൊ ഇനി എന്തായാലും വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. കൈ വരക്കണേ. ഗൈസ് നമ്മൾ സെറ്റായി, എല്ലാം പാക്ക് ചെയ്തു. എടുക്കാം, എല്ലാം പാക്ക് ചെയ്തു. ഓൾ ഗുഡാണ്. ഇനി നമ്മൾ മെല്ലെ ഇറങ്ങുകയാണ്. ഫുഡ് കഴിക്കണം, അടിയിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തുടങ്ങും ട്രക്കിങ്. മെല്ലെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം സെറ്റ്, ഓൾ ഗുഡാണ്. ഏതുകൊണ്ട് അതിൻ്റെതാ എടുക്കാനുള്ള. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോൾ കാണാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇതാ പോകുന്നു. അലിയും അത്തിനാനും വില്ലേജ് ബ്രോ ഒക്കെ ഇറങ്ങി അടിയിലെത്താനായിട്ടുണ്ടാവും. നമ്മളിതാ സാധനങ്ങളൊക്കെ ഇത് പാക്ക് ചെയ്ത് ഫുൾ സെറ്റപ്പായി ട്രക്കിംഗ് മോഡിലേക്ക് മെല്ലെ കയറുക അല്ലേ അജ്. അതാണ് ഇനി, ഇതാണ് ബിഗ്ഗസ്റ്റ് ഇന്നും നാളെയൊക്കെ അല്ലേ. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചില്ല, ഫുഡൊന്ന് റെഡി, വൃത്തി ഫുഡ് കിട്ടിയാൽ റെഡിയാണ്. നല്ല മൂടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നടക്കുമ്പോൾ കാല് വാമാവുണ്ട്. ഇനി അടിയിലെത്തിയിട്ട് കാണാം. അത് കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്. വ്ലോഗ് എടുത്തുകൊണ്ട് പോലും നടക്കൂല. ഓ മൈ ഗാഡ്. ഓക്കെ, അപ്പോൾ അടിയിലെത്തിയിട്ട് കാണാം.
ഗൈസ് ഫുഡ് കഴിക്കാനെത്തി നമ്മൾ സാധനങ്ങൾ വാങ്ങി. ബ്രെഡ്, ജാം ആൻഡ് റെഡ് ബുൾ gives you wings. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം, കയറണം. സെറ്റാണ്. നല്ല ഫുഡ് ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് വരുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ. അപ്പം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇന്നലെ പോയ റൂട്ട് തന്നെയാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി കിടിലും സീൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഐഡിയ ഇല്ല. പോയി നോക്കാം എന്തായാലും ചെക്കന്മാർ. വെയിലുണ്ട്, അത് എഫക്റ്റ് ആവില്ല, തണുപ്പും വെയിലും വരുമ്പോൾ. അപ്പോൾ സ്റ്റിക്കൊക്കെ കിട്ടിയില്ലേ? ഡബിൾ സ്റ്റിക്ക് എല്ലാവർക്കും ഇതാ, എല്ലാവരും ഉണ്ട്. സാധനം സെറ്റാണ്. നമ്മൾ ഇതാ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ അല്ലേ, നമ്മൾ കയറാൻ തുടങ്ങുകയാണ്. നോക്കി നമ്മൾ കയറാൻ തുടങ്ങുക. സ്റ്റാർട്ടിങ് പോയിന്റ് ഇത് അവിടെയാണ്. അപ്പം മുകളിലായിരിക്കുമല്ലേ, ഇനിയിപ്പോൾ റേഞ്ച് ഇല്ല, നെറ്റില്ല, ഒന്നുമില്ല. ഉള്ളി കയറ്റം, ക്ഷീണം, എന്തൊക്കെ കാണാൻ കിടക്കണല്ലേ വരുന്ന 12 മണിക്കൂർ. അജി ഒന്ന് തിരിഞ്ഞാ നോക്കട്ടെ. ഓ നമ്മൾ കയറി തുടങ്ങി. നല്ല സ്ലിപ്പാവുന്നുണ്ട്, അതാ സീനുള്ളൂ, വേറെ സീനില്ല. പിന്നെ കുത്തനെ കയറ്റ കയറി പോകുന്നതാ. യെസ്, വി ആർ എക്സൈറ്റഡ്. എന്താണ് മുകളിലുള്ളതെന്ന് കാണാനൊരു എക്സൈറ്റഡ്. ഓക്കെ, വഴുക്കാണ് ഫുള്ള്. റെസ്റ്റാണ്. ആദ്യത്തെ ഒന്ന് സ്പീഡിൽ കയറിയതിൻ്റെ ഒരു ചെറിയ പ്രശ്നത്തിൽ നമ്മളത് നല്ല ഗഞ്ചാവൊന്നുമല്ല കേട്ടോ, ഇലക്ട്രോലൈറ്റ്സ് ആണേ. ഇതിങ്ങനെ ഇടുന്നു, കുടിക്കുന്നു, എനർജി കയറ്റുന്നു. അതിൻ്റെ മുകളിലൊന്ന് കാണിച്ചു കൊടുത്താ അവിടെ എത്തണം. മുകളിൽ നമ്മൾ 1% ആയിട്ടില്ല എന്നാണ് ഇതുവരെ ഉള്ള വെച്ച് നോക്കാണ് പറയാം. 1% ആയില്ലല്ലോ, ഇല്ല. ഇത് കയറിയപ്പോൾ തന്നെ നമ്മളിങ്ങനെ എല്ലാവരും എന്താ സൈഡായി, എല്ലാവരും ഒന്ന് കാണിച്ച്. അച്ചാറ് നിൽക്കണല്ലേ തിന്നതാ. അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ബാക്കി കാണാം. ഓക്കെ ഗൈസ്, നീണ്ടൊരു യാത്ര കഴിഞ്ഞല്ലേ, നീണ്ടൊരു യാത്ര. പക്ഷെ എന്നിട്ടും എവിടെ എത്തിയില്ല. ആ കാരൻ്റെ വഴിക്കൂടി വന്ന് ആ പാലം ക്രോസ് ചെയ്ത് ഇതിലൂടെ ഇങ്ങനെ മുകളോട്ടേക്ക്, ഇനിയും മുകളോട്ടേക്ക് 2% ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. മുകളോട്ടേക്ക് സാധനം കുടിച്ചപ്പോൾ ഫുൾ എനർജി ആയിട്ടോ. ഏതാ വ്യൂന്നാ, ഇതിലൂടെ വരാൻ മൂടാണ്. മിസ്സാക്ക്, ഇത് വരാത്തൊരു മിസ്സല്ല മാജിയെ, വരാത്തൊരു മിസ്സാ. ഇതാക്കി പറയണ്ടല്ല, ഇത് മീൻസ് ഭാവിയിലെ ഒരിക്കലും വരണം, അടിപൊളി. നീ കയറി തന്നെ. അപ്പം നമ്മൾ ഒരു അടുത്ത പോയിന്റിൽ റെസ്റ്റ് എടുക്കാൻ നിർത്തി. നമ്മളെ ചെക്കനാണ്. 2 ചെക്കന്മാർ കയറി പോയപ്പോഴത്തേക്ക് ഇല്ല ഒരാൾ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇതിൻ്റെത് അലീൻ്റെ മുകളിൽ കയറിപ്പോയി. അതാണ് നമ്മൾ ഇന്നലത്തെ വ്ളോഗ് പറഞ്ഞ തോഷ്. ചാവി ഇങ്ങനെ മറന്നു തന്നെ പണി. ഞാൻ ചാവി എടുത്ത് കീശിട്ട് പിന്നെ കിടിലോ. ഈ സാധനം ഉണ്ടായതുകൊണ്ട് ജയിച്ചു പോണ്. വെള്ളോ ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ നമ്മൾ അടുത്ത കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഇനി അടുത്ത റെസ്റ്റിംഗ് പോയിന്റ് കാണാം അല്ലേ. ഓ, ചെക്കൻ കാത്തൊക്കെ ഉണ്ട് പോവാൻ. എത്ര നടന്നുകൊണ്ടിരിക്കാണ് അതാ. മരത്തിന്റെ പവറാണ് ഈ ഒരു മരം. ഈ പാറിനെ തള്ളി നിർത്തുകയാണ്. ആലോചിച്ച് ഏതാ സ്ഥലോ. കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആണേ, നമ്മളെ മച്ചുകൾ നമുക്ക് നല്ല കമ്പനി വരുന്നുണ്ട്, നമ്മളെ ബഡീസ്.
റെസ്റ്റിംഗ് പോയിന്റ് അല്ലെങ്കിലും ഞാൻ അങ്ങ് ഇരുന്നതാണ്. ഞാൻ കുറച്ച് സ്പീഡിൽ വന്നുപോയി. മറ്റു നമ്മളിവിടെ ഉണ്ട്. ബാക്കി 2 ഡോഗ്സും ചെക്കന്മാരും ഇതുമൊക്കെ ഓൺ ദ വേ ആണ്. വന്നുകൊണ്ടൊക്കെ ദൂരത്ത് കിട്ടിയ ടൈമിൽ നിന്ന് റെസ്റ്റ് എടുത്ത് അല്ലേ മച്ചു ബ്രോ? നമ്മുടെ വെച്ചാണ്. അപ്പോൾ ഇനി ഈ റൂട്ടിൽ അങ്ങ് പോകണം. പോകുന്ന ബൈക്കൊക്കെ കിടിലനാട്ടോ, ഒന്നും പറയാനില്ല. കിഡു സ്പോട്ടുകൾ. പക്ഷെ എല്ലാം എടുത്തുകൊണ്ട് എന്നാൽ ഫോണ് ബ്ലോഗെടുത്തോണ്ട് നടക്കുന്ന പണിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്പോട്ടിലൊക്കെ നിർത്തി പറ്റുന്നതൊക്കെ നിന്ന് എടുക്കാനേ പറ്റുള്ളൂ. ഇനിയും കുറേ ഉണ്ട് കയറാൻ. ബൈക്ക് കാണാം. അപ്പോൾ ഒരു സ്പോട്ട് കണ്ടു, വെള്ളച്ചാട്ടം. പക്ഷെ അവിടെ നിൽക്കാൻ തോന്നുന്നില്ല, നിറച്ച ആൾക്കാരായിട്ട് നിൽക്കാൻ തോന്നുന്നില്ല. കുറച്ച് ആൾ കുറവായിരുന്നെങ്കിൽ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിക്ക് എടുത്ത് പിന്നെ പോവാം. ഇനി ഇത് കുത്തനെ അങ്ങ് കയറണം. ഗൈസ്, ചെക്കന്മാരതാ അവിടെ നിന്ന് വരുന്നുണ്ട്. അലിൻ്റെ ഇവിടെ പോകുന്നത്. നമ്മളെ മച്ചുതാ കയറി വരുന്നത്. വ്യൂ കണ്ടോളി. ഇനിയും കയറ്റമാണ്, പകുതി എത്തിയിട്ടില്ല, ഇനിയും കയറ്റമാണ്. അപ്പോൾ പറ്റുന്ന ഇവിടെ ലൈം സോഡ ഇല്ലെങ്കിൽ ബാക്കിലുള്ള റെഡ് ബുള്ള് നോക്കുക. ഇനി മുകളിൽ കയറി വെക്കല്ലേ, വാ. വ്യൂ ഉണ്ട്, പിക്ക് എടുക്കാൻ പറ്റുന്ന പിക്ക് എടുക്കട്ടെ. ഇപ്പം നമ്മളെത്തിയ ഒരു സ്പോട്ട് കാണിച്ചു തരാം. അതിൻ്റെ മറ്റേ ഇലക്ട്രോ എത്തിയ സ്ഥലമാണിത്. അടിയിലേക്കൊരു വലിയ കൊക്ക, അവിടെ വെള്ളച്ചാട്ടം. ഏതാ വ്യൂ, പൊള്ളി. ബാക്കിലും ഉണ്ടല്ലേ, ബാക്കിൽ അതൊരു വലിയ വെള്ളച്ചാട്ടം വരുന്നുണ്ട്. മോളുന്നാ ഇനിയും കയറാനുണ്ട് ഇഷ്ടം പോലെ. അപ്പം ഇനി കയറുമ്പോൾ കാണാം കേട്ടോ. ചെറുതായിട്ട് ബ്രേക്ക് എടുത്തതാണ്. ഇത് നാസിക്ക് പോയിട്ട് അവിടെ നിന്ന് കുടിച്ച് എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്കായി മാറി. കിടില സാധനം ഗൈസ്. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കുമ്പം ഫുഡ് കഴിക്കാമെന്ന ആശയമായി അതിനാനെത്തി. ഇപ്പം ബ്രെഡ്, ജാമ് ആൻഡ് ദ സ്പെഷ്യൽ ഹിമാലയൻ വാട്ടർ. തീർന്ന് കിൻലിയല്ല കേട്ടോ, അവിടെ നിന്ന് ഒഴുകുന്ന വെള്ളമാണ്, ഫ്രഷ് വാട്ടർ, മുകളിൽ നിന്ന് വരുന്ന വെള്ളം. ഫില്ലാക്കുക, കുടിക്കുക തന്നെ. ഇനി അടുത്ത സെക്ഷനിൽ കാണാം. ലലിയേ, ഓരോ സെക്കൻഡ് റെസ്റ്റ് എടുക്കുമ്പോഴും കാണുന്നത് എന്താ വെച്ചാൽ കിടിലം വ്യൂസാണ്. വെള്ളച്ചാട്ടമാണ്, കിടിലം വ്യൂ. ഇവിടുന്ന് മുകളിലേക്ക് നോക്ക്. ഇത് ക്യാമറയിൽ നോക്കുമ്പോൾ മനസ്സിലാവില്ല, നല്ല ഉയരമുണ്ട്. മിഥു ബ്രോ ചെക്കന്മാരൊക്കെ നല്ല പുറകിലാണ്. അപ്പോൾ നോക്കി കാണാം ഗൈസ്. ഫൈനലി അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഗൈസ്. ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ, കുറച്ച് നേരം ഈ ഒരു കയറ്റം. എനിക്ക് വയ്യ. 9 മണിക്ക് തുടങ്ങിയ ട്രക്കിങ്ങാ, 2 മണി. 4 മണിക്കൂർ ടൈം പറഞ്ഞേ, 1 മണിക്കൂർ നമ്മൾ ഡിലേ ആക്കിയിട്ടുള്ളൂ. ഏതാ വ്യൂ. അവസാനം കീർഗംഗയിലെത്തി. ഇതൊരു തുടക്കം മാത്രല്ല അല്ലേ, ഇനി ABC വരുന്നുണ്ട് അല്ലേ, ABC വരുന്നുണ്ട്. ആര് ലഗേജ് ഇല്ല, ഞാൻ എവിടെയും കയറും. ഇച്ചിരി വെള്ളവും ലഗേജ് ഇല്ലെങ്കിൽ ഞാൻ കയറും.
ആ ട്രെയിനിങ് എടുത്തിട്ടേ വരുള്ളൂ. മുകളിലെത്തിയിട്ട് കാണാം ഗൈസ്, അതാ നല്ലേ. വി ക്യാൻ ഡു ദിസ് ഓൾ ഡേ. അങ്ങനെ അതാ ഖീർഗംഗ യൂണിവേഴ്സൽ ക്യാമ്പ്. വെൽക്കം ടു ഖീർഗംഗ. ഏതാ സ്ഥലം? ഉച്ചക്ക് 2 മണിയാന്ന് ഒരിക്കലും പറയില്ല. അതിൻ്റെ ഫീലില്ല, അതുകൊണ്ട് സമാധാനം. നോ ഹ്യൂമിഡിറ്റി, നോ പൊല്യൂട്ടഡ് എയർ, only fresh air and beautiful sceneries. നമ്മൾ കേറുന്നു. 5 മണിക്കൂർ കേറില്ലേ നമ്മള്. ഇനി കുറച്ച് മിനിറ്റ് ഗൈസ് കയറി, നമ്മൾ കയറി ഗൈസ്. ഓ കാക്കൊക്കെ പോകുന്നു നോക്ക്, വ്യൂ കണ്ടങ്ങള്. എൻ്റെ മോനെ ചുറ്റും 360 ഡിഗ്രി ബ്യൂട്ടിഫുൾ വ്യൂസ്. നല്ല കാറ്റ്. 2 മണി 2:30 വെയിലാണ്, പക്ഷെ ചൂടെടുക്കുന്നില്ല, ഒന്നുമില്ല. നല്ല തണുത്ത കാറ്റും നമ്മളും. അവിടെ കണ്ടോ, ഇവിടെ ടോപ്പിലൊരു ടെമ്പിൾ ഉണ്ട്. അവിടെ ജസ്റ്റ് ചെരുപ്പ് വെച്ചൊക്കെ കയറി, അത്രേ ഉള്ളൂ. പറ്റുകയാണെങ്കിൽ പോയേക്കാം. അവിടെ ഒരു ഹോട്ട് സ്പ്രിങ്ങും ഉണ്ട്. ജസ്റ്റ് മുഖം കൈയും കാലൊക്കെ ഒന്ന് കയറാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് കയറാം. ഇവിടെ നേരം നല്ല ഒതൻറ്റിക് കാപ്പി കുടിക്കണം. കാപ്പി എന്തൊക്കെ നൂഡിൽസ് ബെസ്റ്റ് എവർ. ഇതിൻ്റെ മോൾ ഭാഗം ഒക്കെ സൈഡായി. അലിക്ക് മസിൽ കയറി എന്നല്ലേ കേട്ട്. അലിക്ക് മസിൽ കയറി കുറേ നേരം അവിടെ നിന്നിട്ട് പാൻ്റൊക്കെ ഒരുപ്പതാ ട്രൗസറിലെ കയറി റെഡിയില്ലേ. മാജി പിന്നെ വെയിറ്റും താങ്ങി. തുടക്കത്തിൽ ഒരു 200 മീറ്റർ കയറിയപ്പോൾ തന്നെ ഞാൻ ചത്ത്. ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു, ഏറ്റവും ബാക്കിൽ. ആ കാരണം എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് ആ ബാഗിൻ്റെ വെയിറ്റ്. 3 ലിറ്റർ വെള്ളവും പവർ ബാങ്കും സാധനങ്ങളും അതെല്ലാം കൂടി ബാഗായിട്ട് മാറ്റി അങ്ങോട്ട് ഏറ്റെടുത്ത്. പിന്നെ ആരാ മുന്നിൽ പോയി, ഒരാളും കാണാനില്ല. ഇത്രയായിട്ട് കയറി നമ്മള്, ആയിട്ട് കയറിയില്ലല്ലോ. അല്ല ഈ ഒരു ബേസിൽ തുടങ്ങുകയാണെങ്കിൽ എത്ര കയറിയിട്ടുണ്ടാവും? ഇതാണിപ്പോൾ അടിഭാഗം വിചാരിച്ചോ, അങ്ങനെയാണ് എത്ര കയറിയിട്ടുണ്ടാവും? കയറിണ്ടാവും അല്ലേ? അതായത് ഇവിടെ നിന്നാണെങ്കിൽ ഇതാ ഇവിടം വരെ കയറിയിട്ടുണ്ടാവുള്ളൂ. വഴിയില്ല, ബാക്കി വഴിയില്ല. ഇനി നമ്മൾ കാട് വെട്ടി പോകേണ്ടി വരും. അപ്പോൾ പിക്കുകൾ കുറേ എടുത്തു, സിനിമാറ്റിക് എടുത്തു കൊടുത്തു. എല്ലാവരും സാറ്റിസ്ഫൈഡ്. മാച്ചും സാറ്റിസ്ഫൈഡ് അല്ലേ? എല്ലാവരും സാറ്റിസ്ഫൈഡ്. ഇനി ഒന്ന് ചൂടാക്കാൻ, ഒന്ന് തൊണ്ട ഒന്ന് റെഡിയാക്കാൻ, എൻ്റെ കുരച്ച് പണിയാക്കണേ. അതൊന്ന് റെഡിയാക്കാൻ നൂഡിൽസ് അങ്ങനെ ഇറങ്ങും. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണൂലേ? മഴ ഉണ്ട്. ആ കാറ്റൊക്കെ നോക്ക്, പാറണ്. നല്ല മഴയാണ്. ഇന്നെ ഈ മഴയത്ത് ഇറങ്ങണം അല്ലേ? കുറേ പേര് കയറി മഴയത്ത് ഇറങ്ങണം. അതൊരു ചില്ലറ പണിയല്ല, നല്ല പണിയാണ്. എന്നാൽ കയറിയിട്ട് കാണാം. ഒരു സംഭവം കാണിച്ചു തരാം. മഴ പെയ്തതാ, പക്ഷേ വേറെ സംഭവത്തിലേക്കാണ് പോയത്. ഇല്ല, ആലിപ്പഴം പെയ്യുന്നു. ഗൈസ്, അപ്പോൾ
കീറി അങ്ങനോട് വിടാം അല്ലേ? നമ്മൾ ഇറങ്ങാണ്. ബൈ ബൈ. ഇനി ഫുൾ സ്പീഡിലേക്ക് ഇറക്കും. കാരണം ഇറക്കാണല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ല. ബ്രേക്ക് പിടിച്ചു കൊടുത്താൽ മതി. അലി പറഞ്ഞ പോലെ വടി കൊണ്ട് ബ്രേക്ക് പിടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിതാ പോകുന്നേ. രാത്രി ആകുമ്പോഴത്തേക്ക് എത്തിയാലും അവിടെ എത്തിയൊന്ന് കുളിച്ച് മാറ്റി കിടക്കാം ഒന്ന്. അല്ലേ അല്ലേ? ഇങ്ങനെ കിടക്കുക പെട്ടുമല്ലേ? മറ്റേ വീട് യൂസ് ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നൊരു ബിസിനസ് ഉണ്ടാവേ. ആ ഇതാ അങ്ങനെ കീറങ്ങനോട് ബൈ ബൈ. ഞാൻ അവൻ്റെ പുറകണ്ട അവനെ കുത്തും ഞാൻ, പേടിക്കണ്ട. അപ്പോൾ ഇനി നമ്മൾക്ക് മെല്ലെ മെല്ലെ ഇടക്കിടക്ക് കാണാം, അടിയിലേക്ക് എത്തുമ്പോഴോ എത്തിയിട്ടോ ഒക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു പിടുത്തങ്ങ് പിടിച്ചു. അവിടുന്ന് ഇത്രയും അടിയിലെത്തി. ഇറക്കമായതുകൊണ്ട് അങ്ങ് ബ്രേക്ക് ഇല്ലാണ്ട് അങ്ങ് പോയി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെള്ളച്ചാട്ടം. ഇപ്പുറത്തും തന്നെ. അപ്പോൾ വീട്ടിലെല്ലാം സ്ഥലമാണ്. നമ്മൾ കയറിയ വഴിക്കൂടെല്ലാം ഇറങ്ങണത് വേറെ കുറച്ച് ലോങ്ങും കുത്തനെയും ഇറക്കാനുള്ള സ്ഥലത്ത് കൂടെ. ഇതിലും പൊളിയാണ്. W ട്രക്കിംഗ് ആബ്സല്യൂട്ട്ലി. ഓ എൻ്റെ മോനെ തണുപ്പ്, വീട്ടിലും തണുപ്പ്. വെറുതെ പറയല്ല, വെള്ളം മുഖത്തേക്ക് തെളിക്കുന്നുണ്ട്. നമുക്ക് വെള്ളച്ചാട്ടോ ഇങ്ങനെ പോയി അതിലൂടെ ഇല്ല ഇങ്ങനെ പോയി പോക്കങ്ങ്. ഏത് സ്ഥലോ നെറ്റിയോ? അൽഹംദുലില്ലാ എല്ലാം റെഡി ആയി വരുന്നുണ്ട്. കിടിലം ട്രക്കിംഗ് അല്ലേ? ട്രക്കിങ്ങിനെ പറ്റി ഒരു വാക്കാൽ ഇപ്പൊ പറയണം. കുറച്ച് എഫേർട്ട് ഇടണമെന്ന് തോന്നി കഴിഞ്ഞാൽ ട്രക്കിംഗ് തന്നെ എൻജോയ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ബാഡ് മൂഡാണെന്നുണ്ടെങ്കിൽ ഇനി എത്ര കയറി കഴിഞ്ഞാൽ മലല്ല നമ്മൾ കേറിട്ട് മോള് കുറെ നേരം നിന്നിട്ടൊന്നുമില്ല. നമ്മള് കേറുന്ന അതാണ് ഒരു വൈബാണ്. കുറെ ഫോട്ടോ എടുത്ത് ധാരാളം. ഷാമിന പറഞ്ഞാല് റെസ്റ്റ് എടുത്ത് കയറുക. നമ്മള് റെസ്റ്റ് എടുത്തിട്ട് കയറി 6 മണിക്കൂർ 5 മണിക്കൂർ എടുത്ത്. ഇനി കാണാം. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ നല്ലൊരു വഴി, വെള്ളച്ചാട്ടം അടക്കം, പൂവും ഫ്ലവറും. അതൊരു പശു അല്ലെങ്കിൽ കുതിരേ, നല്ലൊരു സ്ഥലം. എന്തായാലും അടിയിൽ വെള്ളച്ചാട്ടമാണ്. നല്ലൊരു സ്ഥലം. വാവ്, കിടു ഇനി കുറേ ദൂരം ഉണ്ടെന്നാലും എത്താനെന്നാ പറയുന്നത്. പിന്നെയും അതങ്ങ് കയറി കഴിഞ്ഞ പാട് നിലത്ത് നിറച്ച ഫ്ലവേഴ്സ്, മുകളിൽ നിറച്ച ഫ്ലവേഴ്സ്. കിടു നല്ലൊരു സ്ഥലം. കൊള്ളാം. നല്ല കുഴക്കും ക്ഷീണമുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വന്നത് ഒരിക്കലും റിഗ്രറ്റ് അടിക്കില്ല. വീണ്ടും റെസ്റ്റിംഗ് പോയിന്റിൽ അടുത്ത വ്യൂ. എവിടെ നിർത്തിയാലും വ്യൂ മാത്രം. അയ്യോ അപ്പം ഇന്നലെ പിന്നെ വീഡിയോ നിർത്തിയില്ല. ഇന്നലെ ചത്ത് കാലം അങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. എങ്ങനെയോ വീട്ടിലെത്തി ഫുഡ് അടിച്ച് കുളിച്ച് മാറ്റി ഒറ്റ കിടത്ത. പിന്നെ രാവിലെ 12 മണിക്കൂർ ഉറങ്ങി. തലവേദന എടുക്കുന്നുണ്ട് കൂടുതൽ ഉറങ്ങിയിട്ട്. ഇതിപ്പോൾ അടുത്ത ദിവസം ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. മണികരം പോവും, കസോള് പോവും. ഇനി കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വലുതായിട്ട് എടുക്കാനൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഷോർട്ടാണെങ്കിൽ ഷോർട്ട് എടുക്കാം. അപ്പം ഇന്നത്തെ വ്ളോഗിൻ്റെ എൻഡിങ് ഇതാണ് കേട്ടോ. ശരി, ബൈ.